കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിലെ കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ വൈക്കോൽ കെട്ടുകൾ നിറയുന്നു. വേനലിന് മുൻപ് പറയുന്ന വിലയ്ക്ക് പാടങ്ങളിൽ നിന്ന് ആവശ്യക്കാരെത്തി കൊണ്ടുപോകുന്ന സ്ഥിതി മാറി. നെല്ലിന്റെ നഷ്ടക്കണക്കുകൾ നികത്താനും അധിക വരുമാനം നേടാനുമാണ് കർഷകർ വൈക്കോൽ വിൽക്കാറുള്ളത്. നിലവിൽ ആവശ്യക്കാരെയും കാത്ത് വൈക്കോൽ കെട്ടുകൾ പാടങ്ങളിൽ തന്നെ കിടക്കുകയാണ്. മഴക്കാലത്ത് ഇരട്ടി വിലയ്ക്ക് വിൽക്കാനാണ് ഏജന്റുമാർ പാടങ്ങളിലെത്താറ്. എന്നാൽ ഇത്തവണ അതുണ്ടായില്ല. കൂടാതെ വിവിധ പച്ചക്കറി കൃഷികൾക്ക് വളമായി നൽകാനും കൊണ്ടുപോകാറുണ്ട്. കന്നുകാലി വളർത്തലിൽ കുറവ് വന്നതും കന്നുകാലി ഫാമുകളിലേക്ക് വൻതോതിൽ കർണാടകയിൽ നിന്നും ചോളത്തണ്ടുകളും ചെടികളും എത്താൻ തുടങ്ങിയതും തിരിച്ചടിയായി മാറിയെന്നാണ് നെൽകർഷകർ പറയുന്നത്. കോട്ടത്തറ പഞ്ചായത്തിലെ കർഷകരുടെ നിത്യോപയോഗ വർധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് നെൽകൃഷി. നെൽകൃഷി ചെയ്യുന്ന കർഷകരെല്ലാം തന്നെ കൃഷിയുടെ നെല്ലിൻ്റെ വിളവിൻ്റെ കുറവ് മൂലവും മറ്റ് പാഴ്ചെലവുകൾ കൊണ്ടും വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് കൊയ്ത്തു വാരലും ഒക്കലുമായിക്കൊണ്ട് കർഷകന് ഒരു പ്രത്യേകമായിട്ടൊരു പൈസ കിട്ടുന്നത് പുല്ലിൽ നിന്നാണ്. ഈ പ്രാവശ്യം പുല്ല് കൊണ്ടുപോകാൻ ആരും തന്നെ തയ്യാറാവാത്തതുകൊണ്ട് നെൽകർഷകർ ആകെ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ വർഷമൊക്കെ 250 രൂപയോടടുത്ത് ഒരു കറ്റ പുല്ലിന് കിട്ടിയിരുന്നപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് 200 രൂപ പോലും കിട്ടുന്നില്ല. 150 രൂപയുടെ താഴെയാണ് പുല്ലിന് പറയുന്നത്. ഒരുപാട് സ്ഥലത്ത് കോട്ടത്തറ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ പുല്ല് കട്ട കയറ്റി റോഡ് സൈഡിൽ വെച്ചത് കാണാൻ കഴിയും. കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വൈക്കോലും പുല്ലും എത്തുന്നുമുണ്ട്. പാടങ്ങളിൽ കെട്ടാക്കി വെച്ചിരിക്കുന്ന വൈക്കോൽ മഴയ്ക്ക് മുൻപ് വിറ്റില്ലെങ്കിൽ കനത്ത നഷ്ടം സംഭവിക്കും. അടിയന്തരമായി അധികൃതർ ഇക്കാര്യത്തിൽ ഇടപെട്ട് പ്രാദേശിക കർഷകരുടെ വൈക്കോൽ സമാഹരിച്ച് വിതരണം ക്ഷീരസംഘങ്ങൾക്കും സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നെൽകർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കണിയാമ്പറ്റ.